الحمد لله والصلاة والسلام على رسول الله وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فنسأل الله تبارك وتعالى أن يبارك في مجالسنا وأعمالنا إنه تبارك وتعالى جواد كريم. നമ്മളിപ്പോൾ വായിക്കുന്ന ഗ്രന്ഥം ഹിഖ്ബത്തുൻ മിന താരീഖ്, ചരിത്രത്തിൽ നിന്ന് വലിയൊരു കാലയളവ്, ما بين وفاة النبي صلى الله عليه وسلم إلى مقتل الحسين رضي الله عنه. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ വധം വരെയുള്ള ആ ദീർഘമായ കാലയളവ് സനത 61 ഹിജറിയ, ഹിജ്റ വർഷം 61 ഹുസൈൻ റളിയല്ലാഹു അൻഹു വധിക്കപ്പെട്ടത്. അതുവരെയുള്ള കാലയളവ്, ആ കാലയളവിൽ സംഭവിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും ചരിത്രത്തിൽ കടത്തിക്കൂട്ടപ്പെട്ട കാര്യങ്ങൾ, ശത്രുക്കൾ, ഇസ്ലാമിന്റെ ശത്രുക്കൾ ചരിത്രത്തിൽ കടത്തിക്കൂട്ടി ആശയക്കുഴപ്പമുണ്ടാക്കിയ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ വിശദീകരിക്കുന്ന ഗ്രന്ഥമാണ് നമ്മൾ ഇന്ന് വായിക്കാൻ ആരംഭിക്കുന്നത്. ഈ ഗ്രന്ഥം രചിച്ചിട്ടുള്ളത് ഷെയ്ഖ് ഉസ്മാൻ ഇബ്നു മുഹമ്മദ് അൽ ഖമീസ് ഹഫിളഹുല്ലാഹ്. അദ്ദേഹം കുവൈത്തിലുള്ള പണ്ഡിതനാണ്. സൗദി അറേബ്യയിലെ മുതിർന്ന പണ്ഡിതന്മാരിൽ നിന്ന്, ഷെയ്ഖ് ഇബ്നു ബാസ്, ഇബ്നു ഉസൈമീൻ പോലുള്ള പണ്ഡിതന്മാരിൽ നിന്ന് പഠിച്ചിട്ടുള്ള, ഷിയകൾക്കെതിരിൽ നിരന്തരമായി യുദ്ധം ചെയ്യുന്ന, വൈജ്ഞാനിക യുദ്ധം ചെയ്യുന്ന പണ്ഡിതനാണ് ഷെയ്ഖ് ഉസ്മാൻ അൽ ഖമീസ്. അദ്ദേഹത്തിൻ്റെതാണ് നാം വായിക്കുന്ന ഈ ഗ്രന്ഥം. قال بسم الله الرحمن الرحيم مقدمة المصنف, ഗ്രന്ഥകാരന്റെ ആമുഖം. അദ്ദേഹം ഇന്നൽ ഹംദലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു എന്ന് പറഞ്ഞുകൊണ്ടാണ്, ഖുതുബത്തുൽ ഹാജ കൊണ്ടാണ് ആരംഭിക്കുന്നത്. ثم أما بعد, അതിനുശേഷം فإني كنت أقدم رجلا وأؤخر أخرى عندما خطر في بالي أن أكتب في هذا الموضوع. ഈ ഒരു വിഷയത്തിൽ എഴുതണമെന്ന് എൻ്റെ മനസ്സിൽ ചിന്ത വന്നപ്പോൾ ഞാൻ ഒരു കാല് മുന്നോട്ട് വെക്കും, അതേ സമയത്ത് തന്നെ പിന്നോട്ട് വെക്കുകയും ചെയ്തുകൊണ്ട്, അഥവാ ഒരു തറദ്ദുദിലായിരുന്നു ഉണ്ടായിരുന്നത്. وذلك لكثرة من خاض فيه أحيانا بالحق وغالبا بباطل. കാരണം ഈ വിഷയത്തിൽ മുഴുകിയ ആളുകൾ പലപ്പോഴും സത്യം സംസാരിക്കുന്നുണ്ടാകും, പക്ഷെ കൂടുതൽ സംസാരിക്കുന്നത് ബാത്തില് കൊണ്ടായിരിക്കും, അസത്യമായിരിക്കും സംസാരിക്കുന്നത്. ചരിത്രത്തിൽ സംസാരിക്കുന്ന ആളുകൾ, ചരിത്രകാരന്മാരിൽ അധിക പേരും കെട്ടിച്ചമയ്ക്കുന്ന ആളുകളാണ്.
അതിൽ നിന്ന് സുരക്ഷിതരായിട്ടുള്ള ചരിത്രകാരന്മാർ വളരെ കുറച്ചാണ്, അപൂർവമാണ്. അത് ആരൊക്കെയെന്നൊക്കെ ഈ ഗ്രന്ഥത്തിൽ ഇൻഷാ അല്ലാഹ് ശൈഖ് വിശദീകരിക്കും. ولا شك أنه من الموضوعات الحية. സംശയമില്ല, ഈ വിഷയം ജീവിച്ചിരിക്കുന്ന വിഷയങ്ങളിൽ ഒന്നാണ്. ഇന്ന് നമ്മുടെ ഇടയിൽ നിലനിൽക്കുന്ന ചർച്ചാ വിഷയമായിട്ടുള്ള ഒരു വിഷയമാണ് ഇക്കാര്യം. وإن كان مضى عليه وقت طويل. കാലം കുറെ കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പോലും ഈ കാര്യങ്ങൾ നമ്മുടെ സംസാരങ്ങൾക്കിടയിൽ വരാറുണ്ട്, നമ്മൾക്കിടയിൽ നിരന്തരമായി ചർച്ചകളിൽ വരാറുണ്ട്. വലകിന്നഹു ഹയ്യുൻ ഫീ നുഫൂസിന. പക്ഷെ അത് നമ്മുടെ മനസ്സുകളിൽ ജീവിച്ചിരിക്കുന്നതാണ്. ആ കാലങ്ങൾ, കഴിഞ്ഞ കാലങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന് ശേഷം ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ വധ വരെ നടന്നിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ. ഇക്ബാറൻ لذلك الجيل النبوي الفريد. പ്രവാചകനോടൊപ്പം അലൈഹി സ്വലാത്തു വസ്സലാം ജീവിച്ചിട്ടുള്ള ആ ഏക ജീല് അഥവാ തലമുറ, അവരോടുള്ള ബഹുമാനത്താൽ തന്നെ وتلك الكوكبة العظيمة من المصطفين الأخيار. തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ആ നല്ലവരായിട്ടുള്ള ആ വലിയ സമൂഹത്തോടുള്ള ബഹുമാനം, ആദരവ് നിമിത്തം നമ്മൾക്കിടയിൽ ചർച്ചകളിൽ ധാരാളമായിട്ട് വരാറുണ്ട്. നമ്മുടെ മനസ്സിൽ അവർ ജീവിക്കുന്നുണ്ട്. അസ്ഹാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വറളിയല്ലാഹു അൻഹും. അവരാരാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്താണ്. ولما كانت كلمة الحق نورا يهتدى به. അപ്പോ ഇതുവരെ സംസാരിച്ചത് ഈ വിഷയം, അല്ലെങ്കിൽ ആ കാലത്ത് നടന്ന സംഭവം കാലം കുറെ കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിലും അത് നമ്മുടെ മനസ്സിലുള്ളതാണ്, എല്ലാവരുടെയും മനസ്സില് എല്ലാവരും അറിയുന്നതാണ്, സംസാരങ്ങളിലും അതുപോലെ തന്നെ ചർച്ചകളിൽ വരാറുള്ളതാണ്, ജീവിച്ചിരിക്കുന്ന വിഷയങ്ങളാണതൊക്കെ. കാരണം സഹാബത്തിന്റെ കാലത്ത് നടന്നിട്ടുള്ള സംഭവങ്ങളാണ്, സഹാബത്തിന്റെ കാലമാണ്. അവരെ നാം അധികം ബഹുമാനിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പിന്നെ പറഞ്ഞു വലമ്മാ കാനത് കലിമത്തുൽ ഹഖ് നൂറൻ യുഹ്തദാ ബിഹി. സത്യം പറയുക എന്നുള്ളത് അത് നമുക്ക് പ്രകാശമാണ്, വഴിതെളിയുന്ന അല്ലെങ്കിൽ വഴികാട്ടിയാകുന്ന പ്രകാശമാണ്. വലിമാ ലിദാലികൽ ജീലിൽ മുബാറക് മിൻ ഫദ്ലിൻ അലൈനാ. അതുപോലെ തന്നെ അവരുടെ കാര്യത്തിൽ സത്യം പറയുക എന്നുള്ളത് നമുക്ക് അവരോടൊരു ഹക്കുണ്ട്. കാരണം നമ്മേക്കാൾ അവർക്ക് ധാരാളം ശ്രേഷ്ഠതകളുണ്ട്, നമുക്കൊരുപാട് നന്മകൾ അവരെ കൊണ്ട് ലഭിച്ചിട്ടുണ്ട്. കാന നിസാമൻ അൻ നുഅദ്ദിയ ബഅദ മാ ലഹും അലൈനാ മിൻ ഹുഖൂഖ്. അതിനാൽ തന്നെ നമുക്ക് അവരോടുള്ള കടപ്പാടുകൾ, അതിൽ നിന്ന് അല്പമെങ്കിലും നാം അവർക്ക് നൽകൽ അനിവാര്യമാണ്. ഫശഅനുഹും ലൈസ കശഅനി ഗൈരിഹിം. ആ സഹാബത്തിന്റെ കാര്യം എന്നുള്ളത് മറ്റുള്ളവരുടെ കാര്യം പോലെയല്ല, നിസാരമല്ല. വഇൽമുഹും വഅമലുഹും ലം യുസ്ബഖു ഇലൈഹി. അവരുടെ ഇൽമ്, അമല്, അതിനെ ആരും തന്നെ മറികടന്നിട്ടില്ല, ആരും തന്നെ മുൻകടന്നിട്ടില്ല. വലൻ യുൽഹഖു ബിഹി. അവരുടെ ഇൽമിലേക്കോ അവരുടെ അറിവ്, അവരുടെ അമല്, അതിലേക്ക്, ആ ഒരു മർത്തബയിലേക്ക്, ആ ഒരു പദവിയിലേക്ക് ഇനി ആരും തന്നെ ചെന്നെത്തുകയും ചെയ്യുകയില്ല. ഫബിഹാഉലാഇ അഅസ്സ അല്ലാഹു ദീന വഅസ്ഹറ. അവരെ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല അവന്റെ ദീനിന് പ്രതാപം നൽകിയിട്ടുണ്ട്, ദീനിനെ പ്രകടമാക്കിയിട്ടുണ്ട്, വലുവാക്കിയിട്ടുണ്ട്. വനഹ്നു
وإن كنا نلهج بفضائل أصحاب رسول الله صلى الله عليه وسلم إلا أننا لا ندعي لهم العصمة. നാം അഥവാ അഹ്ലുസുന്നത്തി വൽ ജമാഅ നാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിന്റെ അനുചരന്മാരുടെ ശ്രേഷ്ഠതകൾ ധാരാളമായിട്ട് നാം പറയാറുണ്ട്. പക്ഷേ നാം വാദിക്കുന്നില്ല അവരാരും തന്നെ തിന്മകളൊന്നും വരാത്ത മഅസൂമുകളാണെന്ന് നാം ആരും വാദിക്കുന്നില്ല. فما جعل الله عز وجل العصمة إلا لأنبيائه وملائكته عليهم السلام. തിന്മകളിൽ നിന്ന് സുരക്ഷിതരായിരിക്കുക എന്നുള്ള ആ ഒരു ഇസ്മത്ത് അള്ളാഹു നൽകിയിട്ടുള്ളത്, ആ സുരക്ഷ നൽകിയിട്ടുള്ളത് അവന്റെ മലക്കുകൾക്കും ശ്രേഷ്ഠരായിട്ടുള്ള മാന്യന്മാരായ മലക്കുകൾക്കും മുർസലീങ്ങൾക്കും മാത്രമാണ്, അമ്പിയാക്കൾക്കും മാത്രമാണ്. അവർക്കപ്പുറം ആർക്കും തന്നെ ഇസ്മത്ത് നൽകിയിട്ടില്ല. സഹാബത്തിന് ധാരാളം ശ്രേഷ്ഠതകളുണ്ട്, പക്ഷെ അവർ അബദ്ധങ്ങൾ പിണയുന്നവരാണ്. നാം ലഖദ് അഖ്തഅ ബഅദുഹും في حياة النبي صلى الله عليه وسلم وبعد وفاته. അതെ, സഹാബത്തിൽ ചിലർക്ക് അബദ്ധം സംഭവിച്ചിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് തന്നെ, അതുപോലെ തന്നെ അവിടുത്തെ മരണശേഷവും അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ലാകിൻ ما تحملوه من الأذى والقهر والتنكيل في سبيل الإيمان بالله ورسوله. പക്ഷേ അവരുടെ ശ്രേഷ്ഠതകളുടെ മുമ്പിൽ അവരുടെ അടുക്കൽ സംഭവിച്ചു പോയിട്ടുള്ള അബദ്ധങ്ങൾ ഒന്നുമല്ല. അവര് ധാരാളം പ്രയാസങ്ങൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പല കീഴ്പ്പെടുകൾക്കും അവരെന്ത് ചെയ്തിട്ടുണ്ട്, അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ബന്ധനങ്ങളിൽ അകപ്പെട്ടിട്ടുണ്ട്. ഫി സബീലിൽ ഈമാനി ബില്ലാഹി വറസൂലിഹി, അള്ളാഹുവിലും അവന്റെ റസൂലിലും വിശ്വസിക്കുന്ന മാർഗത്തിൽ ധാരാളം പ്രയാസങ്ങൾ അവർ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. വദ്ദഅവതി ഇലദ്ദീനിൽ ഖവീം വമില്ലത്തി ഇബ്രാഹിം, നേരായ ഈ ദീനിലേക്ക് ദഅവത്ത് ചെയ്യുന്ന മാർഗത്തിൽ, ഇബ്രാഹിമിന്റെ മില്ലത്തിലേക്ക് ദഅവത്ത് ചെയ്യുന്ന മാർഗത്തിൽ ധാരാളം അവർ സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. വമബദലുഹു മിൻ ഹിജ്റത്തിൽ അഹ്ലി വൽ ഔതാൻ, അവർ കുടുംബത്തെയും നാടിനെയും ഒക്കെ വിട്ടുകൊണ്ട് അവർ ഹിജ്റ ചെയ്തിട്ടുണ്ട്. അതൊക്കെ അവർ ചെയ്തിട്ടുള്ളത് വലിയ വലിയ കാര്യങ്ങളാണ്. വജിഹാദിഹിം ബി അംവാലിഹിം വ അൻഫുസിഹിം ഫി സബീലില്ലാഹ്, അവരുടെ സ്വന്തം ശരീരങ്ങൾ കൊണ്ടും സമ്പത്തുകൾ കൊണ്ടും അവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം വെട്ടിയിട്ടുണ്ട്. വദബ്ബിഹിം അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബികുല്ലി മാ യംലികൂൻ, അവർ ഉടമപ്പെടുത്തിയിട്ടുള്ള എല്ലാ കാര്യങ്ങൾ കൊണ്ടും അവരെന്ത് ചെയ്തിട്ടുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള അവരുടെ ഈ വലിയ ഫദായിലുകൾ, ശ്രേഷ്ഠതകൾക്ക് മുമ്പിൽ, അവരുടെ ഈ ഉന്നതമായ ഈ കാര്യങ്ങൾക്ക് മുമ്പിൽ يجعل هذه الأخطاء في جانب هذه الحسنات العظيمة والأعمال الصالحة كحبات رمل في جبال. അവരുടെ ഈ അബദ്ധങ്ങളെ ഈ വലിയ നന്മകൾക്ക് മുമ്പിൽ, ഈ സാലിഹായിട്ടുള്ള അമലുകൾക്ക് മുമ്പിൽ എങ്ങനെയാണ് ഉണ്ടാവുക? ഒരു പർവ്വതത്തിന്റെ മുമ്പിലുള്ള മണൽത്തരികളെ പോലെ. ഒരു പർവ്വതം, അതിന് മുമ്പിൽ മണൽത്തരികൾ, അതിനൊരു പ്രസക്തിയുമില്ല ഈ പർവ്വതത്തിന്റെ മുമ്പിൽ. അവരുടെ ഹസനാത്തുകൾ പർവ്വതങ്ങൾ പോലെയാണ്, അവരുടെ അബദ്ധങ്ങളാണെങ്കിലോ മണൽത്തരികൾ പോലെ. അതുപോലെ തന്നെ വെള്ളത്തുള്ളികൾ, അല്പം തുള്ളികൾ വലിയ കുത്തിയൊഴുക്കിന്റെ മുമ്പിൽ പ്രസക്തമല്ല. അതുപോലെയാണ് കാര്യം. അവരുടെ ഈ ഹസനാത്തുകൾക്ക് മുമ്പിൽ അവരുടെ ഈ അഖ്താകൾ നിലനിൽക്കുന്നില്ല. വലാ ശക്ക അന്ന അംറ താരീഖ് മുഹിമ്മുൻ ജിദ്ദൻ ഫി ഹയാത്തിൽ ഉമമി വശുഊബ്. അതിനു മുമ്പായിട്ട് എല്ലാ കാലത്തും ഇങ്ങനെയാണ്. സഹാബത്തിന്റെ കാര്യം പ്രത്യേകിച്ചും, പിന്നീടുള്ള പണ്ഡിതന്മാരാണെങ്കിലും ശരി, ധാരാളം ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്കും ഖൈർ നൽകിയിട്ടുള്ള, സംഭാവന ചെയ്തിട്ടുള്ള പണ്ഡിതന്മാർ
അവരുടെ അല്പം ചില അബദ്ധങ്ങളുടെ പേരിൽ അവരൊരിക്കലും തന്നെ ഇകഴ്ത്താനോ അതുപോലെ തന്നെ നിന്ദിക്കാനോ പാടുള്ളതല്ല. ഞാൻ ഇമാം ഖത്താബി അദ്ദേഹത്തിന്റെ മആലിമുസ് സുനനിൽ പറഞ്ഞിട്ടുണ്ട്, അദിൽ എന്ന് പറഞ്ഞാൽ ആരാണ്? മൻ ഗലബ ഖൈറുഹു അല ശർരിഹി, ഖൈറ് തന്റെ ഖൈറ് ഷർറിനെ മറികടന്നവൻ അവനാണ് ആദില്. അങ്ങനെയുള്ള ഉദൂലുകളിൽ നിന്നാണ് ഇൽമെടുക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ തിന്മകളിൽ നിന്ന് പൂർണ്ണമായിട്ട് അബദ്ധങ്ങളിൽ നിന്ന് സുരക്ഷിതമായിട്ട് ഒരാളും തന്നെ ഉണ്ടാവുകയില്ല. വലാ ശക്ക അന്ന അംറ താരീഖ്. അപ്പോ എന്തിനാണ് നാം ഇത്ര സൂക്ഷ്മമായിട്ട് ഈ ചരിത്രം പഠിക്കുന്നത്? ഈ കാലയളവിൽ സംഭവിച്ച സംഭവ വികാസങ്ങൾ എന്തൊക്കെയാണ്, അതിലെന്തൊക്കെ കടത്തിക്കൂട്ടപ്പെട്ടിട്ടുണ്ടെന്നൊക്കെ പഠിക്കുന്നത് എന്തിനാണ്? കാരണം വലാ ശക്ക അന്ന അംറ താരീഖ് മുഹിമ്മുൻ ജിദ്ദൻ ഫി ഹയാത്തിൽ ഉമമി വശുഊബ്. സമൂഹങ്ങളുടെയും രാഷ്ട്രങ്ങളുടെയും കാര്യത്തിൽ ചരിത്രത്തിന്റെ പ്രസക്തി വളരെ വലുതാണ്, അതിന് സംശയമില്ല. ചരിത്രം വളരെ പ്രസക്തമായ കാര്യമാണ്. ഫഹുവ യുശക്കിലു ഇമാദ വുജൂദിഹ. ഒരു രാഷ്ട്രങ്ങളുടെയും അതുപോലെ തന്നെ സമൂഹങ്ങളുടെയും നിലനിൽപ്പിന്റെ ഇമാദുകൾ, അതുപോലെ തൂണുകൾ, അതുപോലത്തെ അതിന് രൂപം നൽകുന്നതാണെന്ത്? ഒരു സമൂഹങ്ങളുടെ ചരിത്രങ്ങൾ നിലനിൽപ്പിന് രൂപം നൽകുന്നതാണ്. വയുഹദ്ദിദു ലഹ മൻഹജഹ വഹാദിറഹ വമുസ്തഖ്ബിലഹ. സമൂഹങ്ങൾക്കും രാഷ്ട്രങ്ങൾക്കും അതിന്റെ മാർഗം അത് നിശ്ചയിച്ചു കൊടുക്കുന്നതാണ്, വരച്ചു കൊടുക്കുന്നതാണ് അതിന്റെ മുൻകാല ചരിത്രം. മുൻകാല ചരിത്രം സമൂഹത്തിന്റെ അല്ലെങ്കിൽ രാഷ്ട്രത്തിന്റെ ആ സമകാലിക മാർഗത്തെയും അതുപോലെ തന്നെ ഇനി വരാനിരിക്കുന്ന കാലത്തെ ഇനി എന്തൊക്കെ ചെയ്യാനുണ്ട് എന്ന കാര്യമൊക്കെ എന്ത് ചെയ്യും? കൃത്യമായി നിർണയിച്ചു കൊടുക്കും. വമാ മിൻ ഉമ്മത്തിൻ തസ്ആ ഇല റിയാദ. നേതൃത്വത്തിലേക്ക് അതുപോലെ തന്നെ ഉയർച്ചയിലേക്ക് പ്രയത്നിക്കുന്ന ഏതൊരു സമുദായമുണ്ടോ, വസ്സുഅദുദ് നേതൃത്വത്തിലേക്ക് അതുപോലെ തന്നെ ഉയർച്ചയിലേക്ക് പരിശ്രമിക്കുന്ന ഏതൊരു സമുദായമുണ്ടോ, ഇല്ലാ വഖദ് വജബ അലൈഹ ഇഹ്കാമുസ് സലതി ബൈനഹ വബൈന മാദിഹ. എങ്കിൽ അവരുടെ മേൽ നിർബന്ധമാണെന്ത്? അവർക്കും അവരുടെ കഴിഞ്ഞ കാലവുമായിട്ട് ശക്തമായ ഒരു ബന്ധമുണ്ടാക്കണം. ലിതസ്തമിദ്ദ മിൻഹുൽ ഖുവ്വ. കഴിഞ്ഞ കാലത്തുള്ള ചരിത്രത്തിൽ നിന്ന് എന്ത് ചെയ്യണം? അവർ ശക്തി സംഭരിക്കണം. വമുഖവ്വിമാതി ബിനാഇ ഹാദിരിഹ. ഈ കാലത്ത് അഥവാ സമകാലിക എന്തായാലും പറയാ ഹാദിർ വർത്തമാനകാലത്തുള്ള അവരുടെ പ്രയത്നങ്ങൾക്ക് രൂപം നൽകാൻ, അതിന് ഖുവ്വത്ത് നൽകാൻ അവരുടെ മുൻകാല ചരിത്രം എന്ത് ചെയ്യും? നന്നായിട്ട് ഉപകരിക്കും. വസ്തിശ്റാഖ് മുസ്തഖ്ബലിഹ. നല്ല ഒരു ശുഭ ഭാവിയെ നോക്കിക്കാണാൻ അത് ഉപകരിക്കും. വഉമ്മത്തുൻ മിസ്ലു ഉമ്മത്തിൽ ഇസ്ലാം ഔലാ മിൻ ഗൈരിഹ ബിദാലിക്. ഇസ്ലാമിക സമുദായം പോലുള്ള ഒരു സമുദായം ഇതിന് ഏറ്റവും യോഗ്യമാണ്. കാരണം ഇസ്ലാമിന് ഏറ്റവും നല്ല ഒരു ചരിത്രമുണ്ട്. ഇസ്ലാമിന്റെ കഴിഞ്ഞ കാല ചരിത്രം എന്നുള്ളത് തുല്യതയില്ലാത്ത ചരിത്രമാണ്. لما يحمله تاريخها من أمجاد وبطولات وانتصارات يصهر عنده تاريخ أي أمة من الأمم. കാരണം ഈ ഇസ്ലാമിന്റെ ചരിത്രം, ഈ ഇസ്ലാം വഹിക്കുന്ന ചരിത്രം, കഴിഞ്ഞകാല ചരിത്രം എന്നുള്ളത് ധാരാളം സുത്യർഹമായിട്ടുള്ള ചരിത്രമാണ്. അതുപോലെ തന്നെ ധീരതയുടെ ചരിത്രമാണ്, അതുപോലെ തന്നെ വിജയത്തിന്റെ ചരിത്രമാണ്.
ഈ ഇസ്ലാമിന്റെ ചരിത്രത്തിന് മുമ്പിൽ മറ്റെല്ലാ ചരിത്രങ്ങളും ചെറുതായി പോകും. പക്ഷേ في ظل ضعف أمتنا في وقتنا الحاضر بما كسبت أيدي أبناؤها سلط الله علينا ورثة القردة والخنازير. പക്ഷേ ഈ ഉമ്മത്തിന്റെ മക്കൾ അവരുടെ കൈകൾ പണിയെടുത്തത് നിമിത്തം, അവർ സമ്പാദിച്ചത് നിമിത്തം, അഥവാ മുസ്ലിമുകൾ തന്നെ അവരുടെ ചെയ്തികൾ നിമിത്തം നമുക്ക് ഈ കാലത്ത് എന്ത് ചെയ്തിട്ടുണ്ട്? വളരെ വലിയ ബഅഫിലാണ് നാം ജീവിക്കുന്നത്. വലിയ ഒരു ദൗർബല്യത്തിന്റെ കാലത്താണ് നാം ജീവിക്കുന്നത്. സല്ലല്ലാഹു അലൈന വറസത്തൽ ഖിറദതി വൽ ഖനാസീർ. നമുക്കുമേൽ അല്ലാഹു സുബ്ഹാനഹു തആല കുരങ്ങന്മാരുടെയും പന്നികളുടെയും അനന്തരന്മാരെ നമുക്ക് മേൽ എന്ത് ചെയ്തു? അടിച്ചേൽപ്പിച്ചു. അഥവാ ഉദ്ദേശിക്കുന്നത് ജൂത ക്രിസ്ത്യാനികളെയാണ്. നമുക്കുമേൽ ഈ ജൂത ക്രിസ്ത്യാനികളെയും മറ്റു സമുദായങ്ങളെയും നമുക്കുമേൽ മേലധികാരികളാക്കി വെച്ചു അല്ലാഹു സുബ്ഹാനഹു തആല. അത് നമ്മൾ ചെയ്തിട്ടുള്ള തിന്മകൾ നിമിത്തമാണ്. കള്ള ദൈവങ്ങളെ ആരാധിക്കുന്നവരെ നമുക്കുമേൽ അധികാരികളാക്കി. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അസീം. മൻ യശ്ഹുലിൽ ഹവാനു അലൈഹി. ആര് നിന്ദ്യനാകുന്നോ അവന്റെ മേൽ നിന്ദ്യത എളുപ്പമായിട്ട് വരും. വമാലി ജുർഹിൻ ലിമയ്യിത്തിൻ ഈലാമു. മയ്യിത്തായിട്ടുള്ള ജീവനില്ലാത്ത ഒരു ശരീരത്തിന് മുറിവ് ഒരു വേദനയും ഉണ്ടാക്കുകയില്ല എന്ന മുത്തനബിയുടെ കവിതയും ഉദ്ധരിച്ചു. അതുകൊണ്ട് അഖൂലു ഫി ظل هذا الضعف لابد من العودة لتاريخ أمتنا المجيد المشرق. അപ്പോൾ ഈ ഒരു ضعفിന്റെ തണലിലാണ് നാം ഉള്ളത്, അല്ലെങ്കിൽ അവസ്ഥയിലാണ് നാം ഉള്ളത്. അതുകൊണ്ട് തന്നെ അനിവാര്യമാണ് കഴിഞ്ഞകാല ചരിത്രത്തിലേക്ക് നാം മടങ്ങേണ്ടതുണ്ട്. നമ്മുടെ ഉമ്മത്തിന്റെ വളരെ അഭിമാനകരമായ ചരിത്രത്തിലേക്ക്, തിളങ്ങുന്ന ചരിത്രത്തിലേക്ക്. കയസ്ഹുല അലൈന തഅമ്മുലു ദാതിന. നമ്മെക്കുറിച്ച് ശരിയായ രൂപത്തിൽ നമുക്ക് ചിന്ത എളുപ്പമാക്കാൻ വേണ്ടി നമ്മൾ ആരാണ് നമ്മൾ തിരിച്ചറിയാൻ അത് ഉപകരിക്കും. വൽ ഇബ്സാർ മിൻ ഹൗലിന, അല്ലെങ്കിൽ വൽ ഇബ്സാർ മൻ ഹൗലന. നമ്മുടെ മുമ്പിൽ ചുറ്റുമുള്ള ആളുകൾ ആരാണെന്ന് നമുക്ക് മനസ്സിലാക്കാനും അത് ഉപകരിക്കും. വതലമ്മുസുൽ ഖുത ലിമുസ്തഖ്ബലിന. അതുപോലെ തന്നെ നമ്മുടെ ഭാവിയിലേക്ക് നമുക്ക് കാലടികൾ ഇനി നാം എങ്ങനെ ചുവടുവെക്കണമെന്ന് നമുക്ക് അന്വേഷിക്കാൻ കഴിയും കഴിഞ്ഞ കാല ചരിത്രം പഠിക്കുന്നതിലൂടെ. വഹാദാ ലാ യതിമു ഇല്ലാ ബിറുജൂഇനാ വതദബ്ബുരിനാ ലിതാരീഖിനാ സഹീഹ്. പക്ഷേ നാം പഠിക്കുന്ന താരീഖ്, നാം പഠനവിധേയമാക്കുന്ന ചരിത്രം എന്തായിരിക്കണം? ശരിയായ ചരിത്രമായിരിക്കണം. വലാ ശൈഅ ഗൈറു സഹീഹ്. ശരിയല്ലാത്ത ഒരു കാര്യവുമാകാൻ പാടില്ല. മറിച്ച് ശരിയായ ചരിത്രമായിരിക്കണം നാം പഠന വിധേയമാക്കേണ്ടത്. എങ്കിൽ നമുക്ക് നമ്മുടെ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള പ്രതാപത്തിലേക്ക് തിരിച്ചെത്താൻ കഴിയും എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇനിയും മുഖദ്ദിമയിൽ പറയുന്നുണ്ട്. ബാക്കി നമുക്ക് അടുത്ത ദിവസം വായിക്കാം. വല്ലാഹു തആല അലം. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.